സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സമസ്തയുടെ ആധികാരിക വിഷയങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ 1926 ഉത്ഭവം കൊണ്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മളതിന്റെ ഉത്ഭവ ചരിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കടന്നു വന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് ഏറെ പ്രസക്തമായ ഒരു ഭാഗം എന്നുള്ളത് ഈ സമസ്ത എന്ത് സാഹചര്യത്തിലാണ് നാം ഇതിനെ രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ഏറെ പ്രശ്നം കലുഷിതമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അത് തന്നെ പ്രത്യേകിച്ച് 1921 മാപ്പിള കലാപത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കേരളീയ മലബാറിന്റെ അന്നത്തെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ സലഫിസം പോലുള്ള നവോത്ഥാന ചിന്തകൾ വളർന്നു വന്നപ്പോ നമ്മുടെ മുസ്ലിം സുന്നി സമൂഹത്തില്, അതായത് നമ്മുടെ ആചാരങ്ങളെ സംസ്കാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ 1926 സ്ഥാപിതമാകുന്നതിന് മുമ്പ് അതിന്റെ പല രൂപത്തിലുള്ള ആളുകൾ ഇതിന് രംഗപ്രവേശനം ഉണ്ടായി. അതില് സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തു, ആ ഒരു വിധത്തിന്റെ ഇതില് പെട്ടുപോവുകയും അങ്ങനെ നമ്മളെ പണ്ഡിതന്മാര് ഈ ഒരു കാര്യത്തിനെ തിരിച്ചറിയും. അങ്ങനെ അന്ന് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവര് പലരിലേക്ക് ഈ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ പാങ്ങീർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ വരക്കനുള്ളിൽ തങ്ങൾ, കാളമ്പാടി അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരെ പോലത്തെ അങ്ങനത്തെ വലിയ ഉസ്താദന്മാരെന്ത് ചെയ്തു, ഇത് ചർച്ചയിൽ കൊണ്ടുവരികയും അവരത് എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ ശരിയാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ വരും തലമുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു ദീനിന്റെ ചൈതന്യം നിലനിർത്താനും സ്വഹാബികളുടെയും കടന്നു വന്ന ആ ഒരു പണ്ഡിത സഭയും കൂടിയാണ് സംസ്ഥാനം. അപ്പൊ നമുക്ക് ലക്ഷ്യമാകുന്നത് സുന്നി ഷാഫി സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക, അതിലൊക്കെ ഏകീകരിക്കുക എന്നത് ലക്ഷ്യമാക്കിയിട്ടാണ്. ഏകദേശം 40 അംഗ സംഘങ്ങളാണ് മുഷാവറ അംഗ സംഘം എന്ന് പറയുന്നത് സമസ്ത രൂപീകരിക്കുന്നത്. പക്ഷെ അതിന്ന് 40 ഷാഫി സുന്നി ആ ഒരു വിശ്വാസത്തെ നിലനിർത്താനും അതുപോലത്തെ പിന്നെ ബിദഅത്തിനെ അതിനെ എതിരിട്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അന്ന് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ മാത്രമല്ല അതിന്റെ ആ സംസ്ഥാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിന്റെ വേരോട്ടം സാധിക്കാനും അങ്ങനെ നമുക്ക് ആയിട്ടുണ്ട്. അന്നൊരു ബിദഅത്തിനെ മാത്രം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിദഅത്തിനെ ചെറുക്കുക, അതുപോലെ നമ്മളെ ദീനിന്റെ കാര്യങ്ങള് നിലനിർത്തി യഥാർത്ഥ ദീനിനെ ഇവിടെ കേരളീയ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ ഇന്ന് യുക്തിവാദം അതുപോലുള്ള മറ്റ് ഒരുപാട്, അതായത് ഇപ്പോ പുതുതായി വന്നിട്ടുള്ള ഈ പുത്തൻവാദത്തിൽ തന്നെ ഏറെ മനുഷ്യന്മാർക്ക് പലരും പല രൂപത്തിൽ പെട്ടെന്ന് വഴിതെറ്റി പോകാവുന്ന പല കാര്യങ്ങളും പുത്തൻവാദം യുക്തിവാദം പോലത്തെ ഒരു കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ചെറുക്കാൻ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF-ന്റെ കീഴില് തുടങ്ങപ്പെട്ടത് 1926 ബഹുമാനപ്പെട്ട സമസ്തയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങപ്പെട്ടു. അങ്ങനെ സമസ്ത ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അളവിലാണ് നമ്മൾ 1989 ചെറിയൊരു ആദർശത്തിന്റെ ഒരു വ്യതിയാനത്തില് സമസ്ത ഒന്ന് വിഭജിക്കപ്പെടേണ്ട ഒരു അവസരം വന്നെങ്കിലും ഇരു വിഭാഗങ്ങളും ആദർശപ്പെട്ട വിദ്യാഭ്യാസ കാര്യത്തിലും ദീനി സമ്പ്രദായത്തിലും ഒരുപോലെ മുന്നോട്ട് പോയെങ്കിലും അവിടെ നിയമങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സുന്നി നമ്മുടെ മതം അനുസരിച്ചൊക്കെ ഐക്യത്തിൽ തന്നെ ചെറിയൊരു ഒരു നമ്മളെ ആദർശം എന്നല്ല, ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെ ചെറിയ ചെറിയ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രം പറയാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാത്തതിലൊക്കെ അവർ രണ്ട് വിഭാഗവും നല്ല രീതിയിൽ അത് വികാരത്തിന്റെ കക്ഷികളെ എതിർക്കുന്ന കാര്യങ്ങളാവട്ടെ,
അല്ല ഇനി നമ്മളെ വിദ്യാഭ്യാസം അതുപോലെയുള്ള നമ്മളെ മേഖലകള് ഉന്നതിക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാവട്ടെ, ആ കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് രണ്ട് വിഭാഗം നടത്തിട്ട് വരുന്നുണ്ട്. സമസ്തയുടെ ഈ ആദർശം ദൗത്യം എന്ന് പറയുന്നത് സമസ്ത രൂപീകരിക്കേണ്ടായ കാരണം നമുക്ക് ഈ മുസ്ലിം സമൂഹത്തിന്റെ ഈമാന് കാത്ത് സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മള് സഹിഷ്ണുതയും പ്രോത്സാഹനമൊക്കെ ഇതിനൊക്കെ മുന്നോട്ട് വെക്കുക, വസ്തുവാദത്തെയും മറ്റേ യുക്തിവാദങ്ങളായിട്ട് നമ്മളെ സംവാദങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളുടെയും ഇപ്പോ സോഷ്യൽ മീഡിയ തരംഗങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മള് പല ജാതി സ്കേസബിന്റെ കീഴിൽ ഇപ്പോ സൈബർ വിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാര്യങ്ങൾ, അത് സംസ്ഥക്കെതിരെ വരുന്ന, അതായത് സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്ന എന്ത് ഇത്തരം വിഘടനവാദമാണെങ്കിലും അതിനെ കണ്ടുപിടിച്ച് മതപരമായ മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ച പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ സമസ്ത വളരെയധികം വിജയം കൈവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്കിപ്പോ ഒരുപാട് ഇസ്ലാമിനെ കുറിച്ച് സമസ്തനെ കുറിച്ചൊക്കെ ഒരുപാട് തോന്നിയ പോലെ ആശയങ്ങൾ വിവരിച്ച് സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഒരുപാട് ആളുകളുടെ ചിന്തയിലേക്ക് തെറ്റിദ്ധാരണകളൊക്കെ പടർത്തപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പൊ. അപ്പൊ ഇതിനൊക്കെ സമസ്ത വളരെയധികം വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം, അതായത് ഇതിന്റെ തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ്, അതിന്റെ ശരി ഇതാണ് തെറ്റിതാണെന്നുള്ളത് അറിയിച്ചെടുക്കാനും കഴിയും. ഇപ്പോ സമസ്തയുടെ കീഴിൽ ഇപ്പൊ സമസ്ത വളർത്തി കൊണ്ടുവന്ന ഒരുപാട് വ്യത്യസ്തമായ മേഖലയിൽ ഓരോ സംഘടനകൾ സമസ്ത വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപാട് സംഘടനകളുണ്ട്. സമസ്ത കേരള ജമിയത്ത് മുഅല്ലിം സെൻട്രൽ കൗൺസിൽ, പിന്നെ സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ, പിന്നെ സമസ്ത കേരള മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള SKSVB, പിന്നെ പ്രവാസ് സെന്റർ, കേരള പ്രവാസ് സെന്റർ, കുറെ സംഘടന ഉണ്ട് സമസ്തയുടെ കീഴില്. സമസ്തയുടെ കീഴിൽ ഇപ്പോ സമസ്ത ആധികാരികമായിട്ട് ഇപ്പം കൊണ്ടു നടക്കുന്നത് സമസ്ത വിദ്യാഭ്യാസമാണ്. സമസ്ത ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കൂടുതൽ ഊന്നി നടത്തുന്ന ഒരു സാധനം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ മദ്രസ മേഖലകളില്, പള്ളി ദർസുകളില്, വിദ്യാഭ്യാസ അറബി കോളേജുകളില് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അന്യ സംസ്ഥാനത്തിലൊക്കെ പുറത്തൊക്കെ സംസ്ഥാനങ്ങളുടെ മതസ്ഥ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെറിയ കുട്ടികളെ പണ്ട് സർക്കാർ എന്ത് ചെയ്തു, അങ്ങനെ ബാലവാടി അംഗൻവാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് ആ സമയത്ത് എന്ത് ചെയ്തു സംസ്ഥ അതുപോലെ അതിനൊരു ബദലായിട്ട്, അതായത് നമ്മൾ ചെറിയ മക്കളെ ഒരു ദീനി ചൈതന്യത്തിൽ തന്നെ വളർത്തി ആ ചെറിയ പ്രായം മുതൽ തന്നെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിൽ അൽബിർ എന്നുള്ള രീതിയിലുള്ള പുതിയ പുതിയ ആശയങ്ങള്. വിദ്യാഭ്യാസ ബോർഡിന് തുടക്കം കുറിച്ചത് 1951 മാർച്ച് 23, 24, 25 ഒരു വടകരയിൽ യോഗം ചേർന്നു. സമസ്തക്ക് ഒരു വിദ്യാഭ്യാസമാണെന്ന രീതിയിലാണ് ഒരു യോഗം ചേർന്നത്. 1951 മാർച്ച് 3 ദിവസമാണ്. 24 മുഷാവറ യോഗം ചേരുകയും 25 അത് നിയമം പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മേഖലകളിൽ കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിൽ പോലും നമുക്ക് ഓൺലൈനിൽ ഈ ലേണിംഗ് മദ്രസ സംവിധാനം സംസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ പ്രൈമറി അൽബിർ പോലത്തെ 400 ജില്ലാനത്തോളം സ്കൂളുകൾ സമസ്തയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ, ASME പോലത്തെ സ്കൂളുകൾ, പിന്നെ സ്ത്രീ സംരക്ഷണം, സ്ത്രീ ശിക്ഷണം എന്ന് പറയുന്ന പോലെ സ്ത്രീകളുടെ മേഖലയിൽ സ്ത്രീകൾക്ക് വളരെയധികം വിദ്യാഭ്യാസ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൗൺസിൽ ഓഫ് വുമൺ, സമസ്ത വുമൺ കോളേജുകൾ ഇന്റർനാഷണൽ തലത്തിലേക്ക് ഇപ്പോൾ നമ്മളെ ബാംഗ്ലൂർ വെച്ച പരിപാടിയിൽ അതിലൊരു ഉദ്ഘാടനം നടത്തില്ലേ, SNEC മറ്റേ ശ്രീ സനായിക സ്ട്രീമിലേക്ക് സമസ്തയുടെ ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തില് മാത്രം, അതായത് കേരളത്തില് ഉത്ഭവം കൊണ്ടൊരു പ്രസ്ഥാനമാണ്. അപ്പൊ കേരളത്തില് ഇപ്പൊ ഇതുണ്ടായോണ്ട് നമുക്ക് എന്തൊക്കെ സ്വാധീനമുണ്ട്?
ഒരുപാട് സ്വാധീനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമുക്കുള്ളത് ഇന്നത്തെ ഈ ഒരു സമയത്ത് എന്താ ഇപ്പത്തെ നിലവിലെ ഭരണാധികാരികൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പോലെ, അതായത് മൊത്തത്തിൽ അവരുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഒരു ഇസ്ലാമിനെ ഒരു അധികം പരിഗണിച്ചാതെ അങ്ങനെയുള്ളൊരു ഭരണം, ഇസ്ലാം നിരപേക്ഷത രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുമ്പോൾ സമസ്ത അതിന് വലിയൊരു പങ്ക് മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകുന്നു. അതായത് അവരങ്ങനെ ഒരുപാട് നമ്മള് CA NRC പോലെ അല്ലെങ്കിൽ കൊടുത്ത ബില്ല്, ഏക സിവിൽ കോഡ്, അങ്ങനെ ഒരുപാട് ബില്ലുകൾ നമുക്ക് ഇതിനു സ്ത്രീയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, വസ്ത്രധാരണം, രാഷ്ട്രീയം പല നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ സമസ്ത പങ്കുവഹിക്കുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ ഇപ്പൊ അടുത്തുള്ള ഒരു 2-3-4 വർഷങ്ങൾക്ക് പിന്നോട്ട് നോക്കി കഴിഞ്ഞാൽ അന്നത്തെ അവസ്ഥകളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെ നമ്മളതിൽ വന്നു കഴിഞ്ഞാൽ അത്രയും നമ്മളോട് പ്രഷർ തന്ന് നമ്മള് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവര് ആ നിയമങ്ങളൊക്കെ ഇവിടെ എടുക്കാൻ കഴിയുമ്പോ നമുക്കത് എത്രത്തോളം നമുക്ക് സമസ്ത സംരക്ഷണം തരുന്നുണ്ടെന്ന് വെച്ചാല് ഇതിന്റെ ഒരു ഗുണം, സമസ്ത തരുന്നതിന്റെ ഈ സംരക്ഷണത്തിന്റെ ഗുണം നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് UP പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ അങ്ങനെ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് നമുക്ക് നോക്കി ഓരോ ബുൾഡോസർ രാജ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള്, അതായത് അവരൊക്കെ ഓരോ സമയത്ത് സുബഹിസ്കരിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആ സമയം അതുവരെ ഒന്നും ഇല്ലാത്ത ആ നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോ അവിടെ പള്ളികള് അതായത് കൂട്ടത്തോടെ മുസ്ലിങ്ങള് താമസിക്കുന്ന ഏരിയ വീട് തകർക്കുക, അങ്ങനെ മതകാര്യങ്ങളിലൊക്കെ ഒരു ഏകീകൃത തീരുമാനം സമസ്ത കൊണ്ടുവരുന്നുണ്ട്. സമസ്തയുടെ ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ തന്നെ രാഷ്ട്രീയമായ ലെവലിലൊക്കെ സമസ്തക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയം ഇല്ലെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. അതായത് നിവേദനം നൽകിയിട്ടാണെങ്കിലും അവിടെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ അവരോട് നേരിട്ട് പറഞ്ഞുകൊണ്ടാണെങ്കിലും, അതായത് ഇപ്പൊ അടുത്തുള്ള നമ്മള് സ്കൂളിന്റെ വിഷയം, സ്കൂളില് ഇങ്ങനെ സമയം കൂടുതലാക്കിയത്, അതൊക്കെ നമ്മള് അതായത് അവിടെ രാഷ്ട്രീയം പറഞ്ഞാൽ അവര് ഏതൊരു രാഷ്ട്രീയത്തിനെ പിന്തുണച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എതിര് നിന്നിട്ടല്ല, രണ്ടു കൂട്ടരും ഒരേ വേദിയിൽ എത്തിക്കൊണ്ട് അവർക്കൊരു മാന്യമായ നിലക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അതായത് ഒരു ആരോടും ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ മുൻധാരണ പോലെ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ രീതിയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ സുന്നി മുസ്ലിം സംഘടനകൾ ഒരു ആത്മാവായി മാറിയ ഒരു സംഘടനയാണ്. മതപരമായ ഭൗതികതയുടെ അകതടിയിലും ആശയ വ്യവഹാരങ്ങളും അതിന്റെ സ്ഥാനം ഉന്നതമായതും അക്ഷരമായതുമാണ്. നവീന കാലത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കാരപരമായ സമീപനങ്ങളിലൂടെ സമസ്ത ഇന്നും മുന്നേറുകയാണ്. അപ്പൊ കാസർഗോഡ് വെച്ചിട്ട് സമസ്തയുടെ 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കാം. അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത് അതിനൊക്കെ കരുത്തും ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട്. എന്ന് വെച്ചാല് പണ്ഡിതന്മാരെ നമുക്ക് എന്ത് ചെയ്തു ഇത്രയും കാലം നിലനിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അതില് നേരെ അതിൻ്റെതായ തത്വത്തില് പൂർവ്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ബാധ്യത. അല്ലാത്ത നമ്മളെ അവസാനം വരെ ഈ സംസ്ഥയോട് എല്ലാ നിലക്കും കൂറുപുലർത്തിക്കൊണ്ട് നിലനിന്ന് ജീവിക്കാനും മരണം വരെ സംസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തോഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ.